ചരിത്രത്തിൽ പൈററ്റ് കപ്പലുകളിലുണ്ടായിരുന്നവരിൽ ഏകദേശം 20% പേർ കുട്ടികളായിരുന്നു. അതെ, കുട്ടികൾ. നീ 12 വയസ്സാണ്. സ്കൂളിൽ പോകേണ്ട പ്രായം. പക്ഷെ ഇവിടെ നീ കത്തിപിടിക്കണം. ഒരു രാവിലെ നീ ഉണരുമ്പോൾ നിന്റെ കിടക്കയില്ല, നിന്റെ അമ്മയില്ല. നീ ഒരു മരക്കപ്പലിന്റെ അടിത്തട്ടിൽ ഇരുണ്ടതിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് ഒരു കുട്ടിയെ പിന്തുടരാം. അവന്റെ പേര് അരുൺ എന്നു വയ്ക്കാം. അവരൊരു സാധാരണ കുട്ടിയായിരുന്നു. ഒരു ദിവസം കടൽ തീരത്ത് കളിക്കുമ്പോൾ കപ്പലെത്തി. ആരും ചോദിച്ചില്ല, ആരും അനുമതി നൽകിയില്ല. അവനെ എടുത്തു. അവന്റെ ജീവിതം അവസാനിച്ചു. അല്ല, മാറി. ആദ്യ ദിവസം നിനക്കൊരു ചോദ്യമുണ്ടാകും. ഞാൻ എപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്? നീ പോകില്ല. ഇല്ല, ഇല്ല. കപ്പലിൽ ഏറ്റവും ചെറുപ്പക്കാരനാരാണ്? നീ. അതായത് എല്ലാ മോശം ജോലികളും നിനക്ക്. വെള്ളം കൊണ്ടുവരണം, കഴുകണം, ഒരാളുടെ ഷൂ വരെ വൃത്തിയാക്കണം. വിശക്കുന്നു. ഇവിടെ കിട്ടുന്ന ഭക്ഷണം, അപ്പം കല്ലുപോലെ കട്ട, മാംസം വാസന കേട്ട് നീ ചിന്തിക്കും, ഇത് ഭക്ഷണമാണോ അല്ലെങ്കിൽ ശാസ്ത്രപരീക്ഷണമോ? ചിലപ്പോ കീടങ്ങളുള്ളതാവും. ഗുഡ് ന്യൂസ്, എക്സ്ട്രാ പ്രോട്ടീൻ. ആദ്യ ദിവസങ്ങളിൽ നിനക്ക് ഛർദി, തലചുറ്റൽ, നിൽക്കാൻ പോലും കഴിയില്ല. പക്ഷേ ജോലികൾ സ്റ്റോപ്പാവില്ല. ഒരു ദിവസം ആകാശം ഇരുണ്ടു, കാറ്റ് കൂവുന്നു, കപ്പൽ ജീവനുള്ളതുപോലെ കുലുങ്ങുന്നു. നീ പേടിക്കും. പക്ഷേ അവർക്കിത് സാധാരണമാണ്. നിനക്കു പിടിക്കാൻ റോപ്പ് കൊടുക്കും. അത് വിട്ടാൽ നീ പോയി. ഒരു ദിവസം ദൂരത്ത് മറ്റൊരു കപ്പൽ. ക്യാപ്റ്റൻ ഷൗട്ട് ചെയ്യും, അറ്റാക്ക്. നീ കുട്ടിയാണ്, പക്ഷേ നിനക്ക് കത്തി തരുന്നു. ബർത്ത്ഡേ ഗിഫ്റ്റല്ല, സർവൈവൽ കിറ്റ്. നിനക്ക് ട്രെയിനിംഗ് ഇല്ല, പക്ഷേ നിനക്ക് ചോയ്സ് ഇല്ല. ആദ്യമായി നീ ഒരാളെ വീഴുന്നത് കാണും. ആ നിമിഷം നീ മാറുന്നു. തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ടാകും. ചിലപ്പോൾ കടൽ നിന്നെ കയറിൽ കെട്ടി കപ്പലിന്റെ കീഴിലൂടെ വലിച്ചിരയ്ക്കും. ഇമാജിൻ ദാറ്റ്. ഇതൊന്ന് കണക്കാക്കി നോക്കൂ. നീന്തൽ ക്ലാസ്, നിലവാരം അസാധ്യം. ദിവസങ്ങൾ കടന്നുപോകുന്നു. ആദ്യം നീ കരയും, പിന്നീട് നീ മിണ്ടാതാകും. അവസാനം നിനക്കൊന്നും തോന്നില്ല. മാസങ്ങൾ കഴിഞ്ഞു. അരുൺ ഇനി പഴയ കുട്ടിയല്ല. അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ പേടിയില്ല, അത് ശൂന്യതയാണ്. ഇപ്പോൾ അവന് 2 വഴികൾ. 1. ഒഴിവായി രക്ഷപ്പെടുക. ഓൾമോസ്റ്റ് ഇംപോസിബിൾ. 2. പൈരറ്റാകുക. അതൊരു കുടുക്കാണ്. ഒരു പ്രാവശ്യം കയറിയാൽ ഇറങ്ങാൻ പറ്റാത്ത ജീവിതം. പലരും ചിന്തിക്കും, പൈരറ്റുകളെന്നാൽ സ്വാതന്ത്ര്യം. അല്ല. കടൽ സുന്ദരമാണ്, പക്ഷേ അതിന്റെ അടിയിൽ പറയാത്ത കഥകൾ. പല കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. നീ ഇപ്പോൾ സുരക്ഷിതനാണ്, പക്ഷേ അവരുടെ കഥകൾ ഇന്നും കടലിൽ മുഴങ്ങുന്നു. നിനക്ക് അവസരം കിട്ടിയാൽ എല്ലാം അറിയാമായിരുന്നാലും നീ ഒരു പൈററ്റാകുമോ?